സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 10 ആണ് ഷെയർ ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിലെ മൊഡ്യൂൾ 3യിലുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്നുള്ള പോർഷൻസ് ആണല്ലേ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോണും ബ്രിക്കും അതുപോലെ തന്നെ ടൈലും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിമ്പറും ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റലുമാണ്. ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ അല്ലേ. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ അല്ലേ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ നമ്മൾ ഈ ഒരു പോർഷൻസ് ഒക്കെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റിലേക്കുള്ള ഒരു പോർഷനാണ് നമ്മളിന്ന് എടുക്കുന്നത്. ടിമ്പർ അല്ലേ, ടിമ്പർ മുതലുള്ള പോർഷനാണ്. ടിമ്പർ ആൻഡ് വുഡൻ പ്രോഡക്ട്സ്, സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ, സോഫ്റ്റ് വുഡ്, ഹാർഡ് വുഡ്, പിന്നെ ഡിഫക്ട്സ് ഇൻ ടിമ്പർ, സീസണിങ് ഓഫ് ടിമ്പർ, പ്രിസർവേഷൻ ഓഫ് ടിമ്പർ, വുഡ് പ്രോഡക്ട്സ് ബൈ പ്ലൈവുഡ്, MDF, HDF, വെനീർ, പിന്നെ അതുപോലെ തന്നെ മെറ്റൽസിന്റെ പോർഷൻ അല്ലേ. മെറ്റൽസിൻ്റെത് ഫെറസ് മെറ്റൽസ്, റോട്ട് അയേൺ, കാസ്റ്റ് അയേൺ, മൈൽഡ് സ്റ്റീൽ, പിന്നെ സ്പെഷ്യൽ സ്റ്റീൽസ്, ഹൈ കാർബൺ സ്റ്റീൽ, ഹൈ ടെൻസൈൽ സ്റ്റീൽ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓൺലി. പിന്നെ നോൺ ഫെറസ് മെറ്റലിൽ നോക്കുകയാണെങ്കിൽ അലൂമിനിയം, കോപ്പർ, ലെഡ്, സിങ്ക് ആൻഡ് ടൈറ്റാനിയം, ഇമ്പോർട്ടൻ്റ് അലോയ്സും, പിന്നെ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് അല്ലേ. അപ്പം ഇതെല്ലാം കൂടെ ടോട്ടൽ അല്ലേ നമ്മൾ മൊഡ്യൂൾ 3യിൽ കംപ്ലീറ്റ് 10 മാർക്കാണ് വരുന്നത്. പക്ഷെ നമുക്ക് അത്യാവശ്യം വൈഡായിട്ട് പഠിക്കാനും ഉണ്ട്. അപ്പം നമുക്ക് ഓരോ ഏരിയ ആയിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. നിങ്ങൾ പറ്റുകയാണെങ്കിൽ എല്ലാം പഠിച്ചതിന് ശേഷം ഈ ഒരു ക്ലാസ് കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ കൂടുതൽ പോർഷൻ കവർ ചെയ്യാനുള്ളതിനെ കൊണ്ട് അത്യാവശ്യം സ്പീഡിലായിരിക്കും ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവുക. നിങ്ങൾ ഒന്നിക്കൽ നിങ്ങളൊന്ന് സ്ലോ ആക്കിയിട്ട് കേൾക്കാൻ പറ്റുമോ നോക്കി നോക്കുക. നിങ്ങൾക്ക് തീരെ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിന് ശേഷം ഒന്ന് നോക്കുക. എന്തെങ്കിലും ഓരോ ഏരിയയും പറയുമ്പോൾ പോസ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് കേട്ട് നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ഇന്നിപ്പോൾ നമ്മൾ ടിമ്പർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ടിമ്പർ അല്ലേ, ടിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരം അല്ലേ, മരം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. ആ ഒരു ടിമ്പറിലുള്ളത് തന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ അല്ലേ, മെയിനായിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നത് എക്സോജീനിയസ് ട്രീയും അതുപോലെ തന്നെ എൻഡോജീനിയസ് ട്രീയും. എക്സോജീനിയസ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സോജീനിയസ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് അല്ലേ ഇതുപോലെ ഇങ്ങനെ വലിയ ടൈപ്പ് മരങ്ങളെയാണ് നമ്മൾ എക്സോജീനിയസ് ട്രീ എന്ന് പറയുന്നത്. എൻഡോജീനിയസ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻവേർഡ് ഗ്രോത്ത് ആയിരിക്കില്ല ഉണ്ടാവുക. ഇതുപോലെ നിങ്ങൾ ബാംബു അതുപോലെ തന്നെ കോക്കനട്ട് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് എൻഡോജീനിയസ് ട്രീ, ഇതാണ് എക്സോജീനിയസ് ട്രീ. അപ്പം എക്സോജീനിയസ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നോട്ടായിട്ട് എഴുതുകയാണെങ്കിൽ ഗ്രോത്ത് ഔട്ട്വേർഡ് ആണ് അല്ലേ. എക്സോജീനിയസ് ട്രീ എന്ന് പറയുന്നത് ഗ്രോത്ത് ഔട്ട്വേർഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷന് അധികം യൂസ് ചെയ്യുന്നത് എക്സോജീനിയസ് ട്രീ ആണ് അല്ലേ. അതിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യും അല്ലേ. എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു എക്സോജീനിയസ് ട്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ ഏജ് നോക്കാൻ നമ്മളിതിൽ ഇങ്ങനെ ആനുവൽ റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ. മരത്തിൻ്റെ ഇതുപോലെ ഇത്ര ഒരു സൈസുള്ള മരമാണെങ്കിൽ അതിൽ നമ്പർ ഓഫ് ആനുവൽ റിങ്സ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഏജ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് എക്സോജീനിയസ് ട്രീ എന്ന് പറയുന്നത്? ടേക്ക്, അതുപോലെ തന്നെ മഹാഗണി, ഓക്ക്, പൈന്, ഇതൊക്കെ എക്സോജീനിയസ് ട്രീന് എക്സാമ്പിൾ ആണ്. എക്സോജീനിയസ് ട്രീ അല്ലേ. എക്സോജീനിയസ് ട്രീനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എക്സോജീനിയസ് ട്രീ ആണ്. എക്സോജീനിയസ് ട്രീനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് പറഞ്ഞാൽ ഗ്രോത്ത് ഔട്ട്വേർഡ് ആണ് അല്ലേ. ഗ്രോത്ത് ഔട്ട്വേർഡ് അല്ലേ, പുറത്തേക്ക് വളർച്ചയുള്ള ചെടിയാണ് നമ്മൾ അല്ലെ, ആ മരത്തിനെയാണ് നമ്മൾ എക്സോജീനിയസ് ട്രീ എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സോജീനിയസ് ട്രീ ആണ് അല്ലേ. പിന്നെ നമ്മൾ ആനുവൽ റിങ്സ് അല്ലേ, ആനുവൽ റിങ്സ് ആണ് അതിൻ്റെ ഏജ് ഡിഫൈൻ ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കി വെക്കുക. പിന്നെ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ തേക്ക്, പിന്നെ മഹാഗണി, പൈന് ഒക്കെ പറയാൻ പറ്റും അല്ലേ. പിന്നെ എക്സോജീനിയസ് ട്രീയിൽ തന്നെ നമ്മൾ രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കോണിഫറസ് ട്രീയും അതുപോലെ തന്നെ ഡെസിഡിയസ് ട്രീയും.
കോണിഫറസ് ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എവർഗ്രീൻസ് ട്രീസ് അല്ലെ. എപ്പോഴും അത് ഇങ്ങനെ ഇലയായിട്ട് ഉണ്ടാവും അല്ലെ. അതിൽ ഒരു ചെടിയാണെങ്കിൽ അതിൽ കംപ്ലീറ്റ് ഇല ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഡെസിഡിയസ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഡെസിഡിയസ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവർഗ്രീൻ ആയിരിക്കില്ല അല്ലെ. എവർഗ്രീൻ അല്ലാത്ത ട്രീസിനെയാണ് നമ്മൾ ഡെസിഡിയസ് ട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സോജീനിയസ് ട്രീനെ നമ്മൾ കോണിഫറസ് ട്രീയും ഡെസിഡിയസ് ട്രീയും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് സോഫ്റ്റ് വുഡ്, ഏതാണ് ഹാർഡ് വുഡ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ഏതാണ് സോഫ്റ്റ് വുഡ്, ഏതാണ് ഹാർഡ് വുഡ്? ഇതിൽ സോഫ്റ്റ് വുഡ് ആയിട്ട് വരുന്നത് കോണിഫറസ് ട്രീ ആണ്. ഡെസിഡിയസ് ട്രീ ആണ് ഹാർഡ് വുഡ് ആയിട്ട് വരുന്നത്. അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നത്, കോണിഫറസ് ട്രീയും ഡെസിഡിയസ് ട്രീയും. കോണിഫറസ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവർഗ്രീൻ ട്രീസ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് ഒരു നീഡിൽ കൈൻഡ് ഓഫ് ലീഫ് ആയിരിക്കും. ഡെസിഡിയസ് ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വുഡ് ആണ്, ബ്രോഡ് ലീഫ് ആയിരിക്കും അതിനുണ്ടാവുക. അപ്പം അത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസും ഞാൻ ജസ്റ്റ് പറയാം. എക്സോജീനിയസ് ട്രീയിലെ എക്സോജീനിയസ് ട്രീ ആണ് നമ്മൾ പറഞ്ഞത്. എക്സോജീനിയസ് ട്രീനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതാണ്? കോണിഫറസും അതുപോലെ തന്നെ ഡെസിഡിയസ് ട്രീയും. അതിൽ കോണിഫറസ് ട്രീ എന്താണ്? സോഫ്റ്റ് വുഡ് ആണ് അല്ലെ. കോണിഫറസ് ട്രീ എന്ന് പറയുന്നത് സോഫ്റ്റ് വുഡ് ആണ്. ഡെസിഡിയസ് ട്രീ എന്ന് പറഞ്ഞാൽ ഹാർഡ് വുഡ് ആണ് അല്ലെ വരുന്നത്. ഹാർഡ് വുഡ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കോണിക്കൽ ഷേപ്ഡ് ആണ് ഫ്രൂട്ട് അതിലുണ്ടാവുക. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നീഡിൽ ലീഫ് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. നീഡിൽ ലീഫ്. അതുപോലെ തന്നെ ഡെസിഡിയസ് ട്രീസ് ആണെങ്കിൽ ബ്രോഡ് ലീഫാണ് അല്ലേ. ബ്രോഡ് ലീഫാണ്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് അല്ലേ. എക്സാമ്പിൾസ് കോണിഫറസ് ട്രീസിന് എക്സാമ്പിൾ വരുന്നതാണ് പൈന്, അതുപോലെ തന്നെ ദിയോഡാർ, ഫിറൊക്കെ വരുന്നത് കോണിഫറസ് ട്രീക്ക് എക്സാമ്പിൾ ആണ്. ഡെസിഡിയസ് ട്രീസിനാണെങ്കിലോ ഡെസിഡിയസ് ട്രീസിന് എക്സാമ്പിൾ വരുന്നതാണ് തേക്ക്, നീം, ഓക്കൊക്കെ വരുന്നത് ഡെസിഡിയസ് ട്രീന് എക്സാമ്പിൾ ആയിട്ടാണുള്ളതാണ്. അപ്പം എക്സോജീനിയസ് ട്രീ എന്താണ് നമ്മൾ പറഞ്ഞു. എക്സോജീനിയസ് ട്രീൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, കോണിഫറസ് ട്രീയും ഡെസിഡിയസ് ട്രീസും അല്ലേ. പിന്നെ നമുക്ക് എൻഡോജീനിയസ് ട്രീ ആണല്ലേ നോക്കാനുള്ളത്. എൻഡോജീനിയസ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വളർച്ച വരുന്നത് അല്ലെ, ഇൻവാർഡ് ഗ്രോത്ത് ഉള്ളതാണ് എൻഡോജീനിയസ് ട്രീ എന്ന് പറയുന്നത്. എൻഡോജീനിയസ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർഡ് ഗ്രോത്ത് ആണ് എൻഡോജീനിയസ് ട്രീക്ക് ഉണ്ടാവുക. ഇത് ലിമിറ്റഡ് എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ലിമിറ്റഡ് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എൻഡോജീനിയസ് ട്രീ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ബാംബു, കോക്കനട്ട്, പാം അല്ലേ, ഇതൊക്കെ പറയാൻ പറ്റുന്നതാണ്. നോക്കി വെക്കുക. അപ്പം എക്സോജീനിയസ് ട്രീയും പറഞ്ഞു, എൻഡോജീനിയസ് ട്രീയും പറഞ്ഞു നമ്മൾ ടിമ്പറിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതിൻ്റെ സ്ട്രക്ചർ ഓഫ് ട്രീ ആണ് അല്ലേ. ട്രീൻ്റെ സ്ട്രക്ചർ ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ട്രീൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ അതൊന്ന് വരയ്ക്കാം, എന്നിട്ട് നമുക്ക് പറയുന്നതായിരിക്കില്ലേ നന്നാവുക. ഇതാണല്ലേ നമ്മൾ ആ ഒരു ട്രീൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പം ട്രീൻ്റെ സെൻറ്ററിലുള്ള പോർഷൻ അല്ലേ, സെൻറ്ററിൽ ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു പോർഷൻ നമ്മൾ പറയുന്നതാണ് പിത്ത് എന്ന് അല്ലേ. സെൻറ്ററിലുള്ള പോർഷനെയാണ് നമ്മൾ പിത്ത് എന്ന് പറയുന്നത്. പിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ മോസ്റ്റ് സെൻട്രൽ പോർഷൻ അല്ലേ. ഇന്നർ മോസ്റ്റ് സെൻട്രൽ പോർഷൻ ആണ് ഈ ഒരു പിത്ത് എന്ന് പറയുന്നത്.
പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാനുള്ളത് ഹേർഡ് വുഡ് ആണ് അല്ലേ. ഹേർഡ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ആനുവൽ റിംഗ് സറൗണ്ടിങ് പിത്ത് അല്ലേ. ഇന്നർ ആനുവൽ റിംഗ് സറൗണ്ടിങ് പിത്തിനെയാണ് നമ്മൾ ഹേർഡ് വുഡ് എന്ന് പറയുന്നത്. ഹേർഡ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്നർ ആനുവൽ റിംഗ് സറൗണ്ടിങ് പിത്ത് അല്ലേ. ഹേർഡ് വുഡ് ആണ്. ഹേർഡ് വുഡ് എന്ന് പറഞ്ഞാൽ ഇന്നർ ആനുവൽ റിംഗ് സറൗണ്ടിങ് പിത്ത് അല്ലേ. സറൗണ്ടിങ് പിത്തിനെയാണ് നമ്മൾ ഈ ഒരു ഹേർഡ് വുഡ് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് സാപ്പ് വുഡ് ആണ് അല്ലേ. സാപ്പ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതർ ആനുവൽ റിംഗ് ബിറ്റ്വീൻ ഹേർഡ് വുഡ് ആൻഡ് കാമ്പിയം ലെയർ അല്ലേ. അപ്പൊ നമുക്ക് കാമ്പിയം ലെയർ എന്താണെന്ന് പറയാം. കാമ്പിയം ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ ലെയർ ഓഫ് സാപ്പ് ബിറ്റ്വീൻ ഇന്നർ ബാർക്ക് ആൻഡ് സാപ്പ് വുഡ് ആണ് പറയുന്നത്. ഞാൻ ഒരു നെക്സ്റ്റ് പേജ് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ മാർക്ക് ചെയ്യാം, അതിനുശേഷം പറയാം കേട്ടോ. ഇതാണ് ഔട്ടർ ബാർക്ക് എന്ന് പറയുന്നത്. ഔട്ടർ ബാർക്ക്, ഇത് ഇന്നർ ബാർക്ക് അല്ലേ. ഇന്നർ ബാർക്ക്, ഇതാണ് കാമ്പിയം ലെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സാപ്പ് അല്ലേ. സാപ്പ് വുഡ് എന്ന് പറയുന്നത് ഇതാണല്ലേ സാപ്പ് വുഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതാം നമുക്ക്. എന്താണ്? പിത്ത് പറഞ്ഞു, ഹേർഡ് വുഡ് പറഞ്ഞു, പിന്നെ സാപ്പ് വുഡ് അല്ലേ. സാപ്പ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആനുവൽ റിംഗ് ബിറ്റ്വീൻ ഹേർഡ് വുഡ് ആൻഡ് കാമ്പിയം ലെയർ അല്ലേ. കാമ്പിയം ലെയറിനും അതുപോലെ തന്നെ ഹേർഡ് വുഡിനും ഇടയിലുള്ളതിനെയാണ് നമ്മൾ സാപ്പ് വുഡ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് കാമ്പിയം ലെയർ അല്ലേ. കാമ്പിയം ലെയർ എന്ന് പറഞ്ഞാൽ കാമ്പിയം ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ ലെയർ ഓഫ് സാപ്പ് ബിറ്റ്വീൻ ഇന്നർ ബാർക്ക് ആൻഡ് സാപ്പ് വുഡ് അല്ലേ. നിങ്ങൾ ആദ്യമായിട്ട് ഈ ടിമ്പറിന്റെ പോർഷനൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ പിക്ചറിന് എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വരച്ചത് എത്രത്തോളം ക്ലിയർ ആയി എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പിക്ചർ കിട്ടും കേട്ടോ. എന്നിട്ട് ഈ ഒരു ടേം വെച്ച് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം കാമ്പിയം ലെയർ ഇതാണ്, തിൻ ലെയർ ഓഫ് സാപ്പ് ബിറ്റ്വീൻ ഇന്നർ ബാർക്ക് ആൻഡ് ഔട്ടർ ബാർക്കിനെയാണ് നമ്മൾ ഇന്നർ ബാർക്ക് ആൻഡ് സാപ്പ് വുഡിനെയാണ് നമ്മൾ കാമ്പിയം ലെയർ എന്ന് പറയുന്നത്. പിന്നെ ഇന്നർ ബാർക്ക് അല്ലേ. ഇന്നർ ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ എഴുതാം. ഇന്നർ ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ സ്കിൻ കവറിങ് ഓഫ് കാമ്പിയം ലെയർ അല്ലേ. അതിനെയാണ് നമ്മൾ ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്. ഇന്നർ സ്കിൻ കവറിങ് ഓഫ് കാമ്പിയം ലെയർ അല്ലേ. ലെയറിനെയാണ് നമ്മൾ ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ടർ ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ടർ ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് അല്ലെ. ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയറിനെയാണ് നമ്മൾ ഔട്ടർ ബാർക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ മെഡുലറി റേസ് അല്ലെ. മെഡുലറി റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേഡിയൽ ഫൈബർ എക്സ്റ്റെൻഡിങ് ഫ്രം പിത്ത് ടു കാമ്പിയം ലെയർ അല്ലെ. പിത്ത് ടു കാമ്പിയം ലെയർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു റേഡിയൽ ഫൈബർ ആണ് അല്ലെ. റേഡിയൽ ഫൈബറിനെയാണ് നമ്മൾ ഈ ഒരു മെഡുലറി റേസ് എന്ന് പറയുന്നത്.
ഈ ഒരു ആനുവൽ റിങ്സിനെയൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയാണ് അല്ലേ ഈ മെഡുലറി റേസ് എന്ന് പറയുന്നത്. ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് ട്രീ വരുന്നത്. പിത്ത് പറഞ്ഞു, ഹേർഡ് വുഡ് പറഞ്ഞു, സാപ്പ് വുഡ് പറഞ്ഞു, കാമ്പിയം ലെയർ പറഞ്ഞു, ഇന്നർ ബാർക്ക് പറഞ്ഞു, ഔട്ടർ ബാർക്ക് പറഞ്ഞു, മെഡുലറി റേസ് പറഞ്ഞു. അപ്പം അത് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ടിമ്പറിൽ തന്നെ സീസണിങ് ആണ് കേട്ടോ. സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ് ഓഫ് ടിമ്പറിൽ വരുന്നതാണ്. പ്രോസസ് ഓഫ് ടിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം നമ്മൾ മുറിച്ചിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ സീസണിങ് ചെയ്യും അല്ലേ, അതിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയുന്നത്. പിന്നെ അതിന് നമ്മൾ കൺവേർഷൻ ചെയ്യും, പിന്നെ പ്രിസർവേഷൻ ചെയ്യും. ഇതാണ് പ്രോസസ്സിങ് ഓഫ് ടിമ്പറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, സീസണിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. സീസണിങ് ഓഫ് ടിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ന്യൂലി ഫെൽഡ് ആയിട്ടുള്ള ആ ട്രീൻ്റെ വാട്ടർ കണ്ടന്റ് അല്ലെ, വാട്ടർ കണ്ടന്റ് ഒരു 50% ഒക്കെ ഉണ്ടാവും. അപ്പം അതിനെ നമുക്ക് ഒരു 8 to 12% മാറ്റേണ്ടിയിട്ട് നമ്മൾ ഒരു സീസണിങ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ വെള്ളത്തിലൊക്കെ ഇങ്ങനെ മരത്തിന് ഇട്ട് വെക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ സീസണിങ് ആണ്, അതിലുള്ള മോയ്സ്ചറിനെ റിമൂവ് ചെയ്യേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം അതാണ് സീസണിങ് എന്ന് പറയുന്നത്. സീസണിങ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, പ്രോസസ് ഫോർ റിമൂവിങ് മോയ്സ്ചർ അല്ലേ, മോയ്സ്ചർ ഫ്രം ടിമ്പർ അല്ലേ. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സീസണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് 8 to 12% ആണ് കേട്ടോ. 8 to 12% ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇത് സീസണിങ് തന്നെ നമുക്ക് നാച്ചുറൽ സീസണിങ്ങും ഉണ്ട്, ആർട്ടിഫിഷ്യൽ സീസണിങ്ങും ഉണ്ട് അല്ലേ. നാച്ചുറൽ സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടിമ്പർ ഒരു ഇത്ര സ്പേസിൽ എന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിനെ സീസൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ നാച്ചുറൽ സീസണിങ് എന്ന് പറയുന്നത്. ഈ ഒരു നാച്ചുറൽ സീസണിങ് ചെയ്യുന്ന സമയത്ത് ഒരു 10 to 12% ഇതിൻ്റെ മോയ്സ്ചർ ഡൗൺ ആവുക. ആർട്ടിഫിഷ്യൽ സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് എഴുതി തരാം അല്ലേ. നാച്ചുറൽ സീസണിങ് 2 മെത്തേഡാണ് സീസണിങ്ങിലുള്ളത്, നാച്ചുറൽ സീസണിങ്ങും പിന്നെ ആർട്ടിഫിഷ്യൽ സീസണിങ്ങും. നാച്ചുറൽ സീസണിങ്ങിൽ വുഡ്സ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് വെർട്ടിക്കലി സ്പേസർ വെച്ചിട്ട്, അല്ലെങ്കിൽ ഹൊറിസോണ്ടലി നമ്മളൊരു സ്പേസേഴ്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ നാച്ചുറൽ സീസണിങ് എന്ന് പറയുന്നത്. അതൊരു ചീപ്പായിട്ടുള്ള മെത്തേഡാണല്ലേ, നമുക്ക് എക്കണോമിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ ഇത് ഒരുപാട് ടൈം എടുക്കില്ല, 2 to 4 years ഒക്കെ എടുക്കും കറക്റ്റ് നമുക്കതൊരു സീസണിങ് ആയിട്ട് കിട്ടേണ്ടിയിട്ട്. ആർട്ടിഫിഷ്യൽ സീസണിങ്ങിലാണ് നമുക്ക് മെത്തേഡ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ ബോയിലിംഗ് മെത്തേഡിലൂടെ നമ്മൾ സീസണിങ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ കെമിക്കൽ സീസണിങ് ഉണ്ട്. പിന്നെ തേർഡ് വൺ ഇലക്ട്രിക്കൽ സീസണിങ് ഉണ്ട്. ഫോർത്ത് വൺ കിലൻ സീസണിങ് ഉണ്ട്. പിന്നെ നമുക്ക് വാട്ടർ സീസണിങ് ഉണ്ട് അല്ലേ, വാട്ടർ സീസണിങ് ഉണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ സീസണിങ്ങിൽ വരുന്നത്. അപ്പം ബോയിലിംഗ്, കെമിക്കൽ സീസണിങ്, ഇലക്ട്രിക്കൽ സീസണിങ്, കിലൺ സീസണിങ് ഒക്കെ നോക്കുക. ഇനി നമുക്ക് ടിമ്പറിൽ തന്നെ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഡിഫെക്ട്സ് ഓഫ് ടിമ്പർ ആണ്. ഡിഫെക്ട്സ് ഓഫ് ടിമ്പർ അല്ലേ, ഡിഫെക്ട്സ് ഓഫ് ടിമ്പർ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിഫെക്ട്സ് ഓഫ് ടിമ്പർ എന്ന് വരാറുണ്ട്. ഇതിൽ ഫസ്റ്റ് ഡിഫെക്ട്സ് എന്ന് പറയുന്നത് ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ ആണ്. ഡിഫെക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ ആണ്. നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫെക്റ്റ് അല്ലേ. പിന്നെ ഡിഫെക്റ്റ് ഡ്യൂ ടു ഫംഗി വരുന്നുണ്ട്, ഫംഗസ് അല്ലേ, ഫംഗസിന്റെ എഫക്റ്റ് കാരണം ഉണ്ടാവുന്ന ഡിഫെക്റ്റ്. പിന്നെ ഡിഫെക്റ്റ് ഡ്യൂ ടു ഇൻസെക്റ്റ് അല്ലേ, ഇൻസെക്റ്റിന്റെ എഫക്റ്റ് കാരണം ഉണ്ടാവുന്ന ഡിഫെക്ട്സ്. പിന്നെ ഫോർത്ത് വൺ ഡിഫെക്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് അല്ലേ, നാച്ചുറൽ ഫോഴ്സസ് കാരണം ഉണ്ടാവുന്ന ഡിഫെക്റ്റ്. ഫിഫ്ത്ത് വൺ ആണ് ഡിഫെക്റ്റ് ഡ്യൂ ടു സീസണിങ് അല്ലേ. അപ്പോൾ സീസണിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ആ ഒരു സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫെക്റ്റ് അല്ലേ. അപ്പം അതിനെയാണ് ഡിഫെക്റ്റ് ഡ്യൂ ടു സീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഡിഫെക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ നോക്കാം അല്ലേ. ഡിഫെക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ
കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫക്റ്റിന് ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ് ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ എന്ന് പറയുന്നത്. ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ ആണ്. കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റ് എന്തൊക്കെയാണ് ഓരോന്ന് ഞാൻ ജസ്റ്റ് എഴുതാം. ഫസ്റ്റ് ചിപ്പ് മാർക്ക് ഉണ്ടാവും, പിന്നെ ടോൺ ഗ്രെയിൻ ഉണ്ടാവും അല്ലെ, ടോൺ ഗ്രെയിൻ. തേർഡ് വൺ ഡയഗണൽ ഗ്രെയിൻ. ഫോർത്ത് വൺ എന്താണ്? ഫോർത്ത് വൺ ആണ് വെയിൻ അല്ലേ. ഇപ്പം ചിപ്പ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മാർക്കോ സൈനോ ഒക്കെ നമ്മൾ ആ ഒരു കൺവേർഷന്റെ സമയത്ത് മരത്തിന്റെ മുകളിൽ ഉണ്ടാവുന്നതിന് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത്. ഒരു ഫിനിഷ്ഡ് സർഫസിൽ മാർക്ക് ഓർ സൈൻ ഉണ്ടാവുന്നതിനാണ് ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത്. മാർക്ക് ഓർ സൈൻ ഉണ്ടാവുന്നതിന് അല്ലേ. പിന്നെ സെക്കൻഡ് വൺ ഡയഗണൽ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇംപ്രോപ്പർ ആയിട്ടുള്ള സോവിങ് കാരണം ഉണ്ടാവുന്നതാണ് ഡയഗണൽ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഡയഗണൽ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രോപ്പർ സോയിങ് കാരണം ഉണ്ടാവുന്നത് അല്ലേ, സോയിങ് കാരണം ഉണ്ടാവുന്നത്. പിന്നെ ടോൺ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഡിപ്രഷൻ ഫോംഡ് ഓൺ ദ ടിമ്പർ അല്ലേ. എന്തെങ്കിലും ടൂളൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടൂളൊക്കെ മരത്തിന്റെ മേലെ വീണിട്ട് ഉണ്ടാവുന്ന ആ ഒരു ഡിപ്രഷൻ അല്ലേ, ഡിപ്രഷൻ ഫോംഡ് ഓൺ ദ ടിമ്പർ ആണ്, ഓൺ ദ ഫിനിഷ്ഡ് സർഫസ് ഓഫ് ദ ടിമ്പറിനെയാണ് നമ്മൾ ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ വെയിൻ എന്ന് പറയുന്നത്, പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ് ഓൺ ദ ഫിനിഷ്ഡ് ടിമ്പർ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ വെയിൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കൺവേർഷൻ ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഡിഫക്റ്റ് ഡ്യൂ ടു ഫംഗി അല്ലേ. ഡിഫക്റ്റ് ഡ്യൂ ടു ഫംഗി ആണ്, ഫംഗസ് കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ. ഡിഫക്റ്റ് ഡ്യൂ ടു ഫംഗി കാരണം ഉണ്ടാവുന്നത് എന്താണ്? ഫസ്റ്റ് വൺ ബ്ലൂ സ്റ്റെയിൻ, സെക്കൻഡ് വൺ സാപ്പ് സ്റ്റെയിൻ, തേർഡ് വൺ ആണ് വൈറ്റ് റോട്ട്, ഫോർത്ത് വൺ ആണ് ബ്രൗൺ റോട്ട്, ഫിഫ്ത്ത് വൺ ആണ് ഡ്രൈ റോട്ട്, സിക്സ്ത് വെറ്റ് റോട്ട്, 7 ഹേർട്ട് റോട്ട് അല്ലേ. ഇത്രയാണ് നമുക്ക് ഡിഫക്റ്റ് ഡ്യൂ ടു ഫംഗസ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ്. അതിൽ ബ്ലൂ സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്ലൂ സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാപ്പ് വുഡ് ഈസ് ചേഞ്ച്ഡ് ടു ഒരു ബ്ലൂയിഷ് കളർ അല്ലേ. എന്താണ്? ഒരു ഫംഗസിന്റെ എഫക്റ്റ് കാരണം ബ്ലൂയിഷ് കളറിലേക്ക് സാപ്പ് വുഡ് ചേഞ്ച് ആവുന്നതിനാണ് നമ്മൾ ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുന്നത്. പിന്നെ സാപ്പ് സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെർട്ടൈൻ ഫംഗസിന്റെ എഫക്റ്റ് കാരണം ഈ ഒരു സാപ്പ് വുഡ് ബിക്കം കളർലെസ് ആവും അല്ലേ. അതിനെയാണ് നമ്മൾ ഈ ഒരു സാപ്പ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. സാപ്പ് വുഡ് ബിക്കം കളർലെസ് ആവുന്നതിനെയാണ് നമ്മൾ സാപ്പ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വൈറ്റ് റോട്ടാണ് അല്ലേ. ഈ ഒരു ഫംഗസ് ഈ ഒരു ടിമ്പറിലുള്ള ലിഗ്നിനെ അറ്റാക്ക് ചെയ്തിട്ട് ഈ ഒരു വുഡ് ബിക്കം വൈറ്റ് കളർ ആകുന്നതിന് അല്ലേ, അതിനെയാണ് നമ്മൾ വൈറ്റ് റോട്ട് എന്ന് പറയുന്നത്. വൈറ്റ് കളറിലേക്ക് മാറുന്നതിന് അല്ലേ, ലിഗ്നിനാണ് അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ ബ്രൗൺ റോട്ട് അല്ലേ. ബ്രൗൺ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതുപോലെ തന്നെ ഫംഗസ് സെല്ലുലോസ് കോമ്പൗണ്ട്സിനെ അറ്റാക്ക് ചെയ്തിട്ട് ഈ ഒരു വുഡ് ബ്രൗൺ കളറായിട്ട് മാറുന്നതിന് അല്ലേ, ബ്രൗൺ കളറായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ബ്രൗൺ റോട്ട് എന്ന് പറയുന്നത്. സെല്ലുലോസ് കോമ്പൗണ്ട്സിനെ അറ്റാക്ക് ചെയ്തിട്ടാണ് സെല്ലുലോസ് കോമ്പൗണ്ട്സിനെ അറ്റാക്ക് ചെയ്തിട്ട് ഈ ഒരു ബ്രിക്കിൻ്റെത് ബ്രൗൺ കളറിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ ബ്രൗൺ റോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡ്രൈ റോട്ട് ആണ്. ഡ്രൈ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺവേർട്ടഡ് ഇൻറ്റു പൗഡർ ഫോമിലേക്ക് ആവും അല്ലേ. ഇതിൻ്റെ ഈ ഒരു ഫംഗസിന്റെ അറ്റാക്ക് കാരണം കൺവേർട്ടഡ് ഇൻറ്റു പൗഡർ ഫോമിലേക്ക് ആവുന്നതാണ് ഡ്രൈ റോട്ട് എന്ന് പറയുന്നത്. പൗഡർ ഫോമിലേക്ക് അല്ലേ, പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ആവും. പിന്നെ വെറ്റ് റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെറ്റ് റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് ഇൻറ്റു ഗ്രേയിഷ് ബ്രൗൺ പൗഡർ ഫോം അല്ലേ, അതിനെയാണ് നമ്മൾ വെറ്റ് റോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഹേർട്ട് റോട്ട് അല്ലേ. ഹേർട്ട് റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ
ബ്രാഞ്ച് ഒക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ടും ഈ ഒരു ഡയറക്റ്റ് ഹേർട്ട് വുഡിന് അറ്റാക്ക് വരുന്നതിന് അല്ലെ, അപ്പം അതിനെയാണ് നമ്മൾ ഹേർട്ട് റോട്ട് എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ് ഡിഫക്റ്റ് ഡ്യൂ ടു ഫംഗസ് കാരണം നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിൽ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് തേർഡ് വൺ അല്ലെ. തേർഡ് വൺ എന്താണ് പറയാനുള്ളത്? തേർഡ് വൺ ആണ് ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്ട്സ് അല്ലെ. ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്ട് കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇൻസെക്ട് കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വരുന്നതാണ് ബീറ്റിൽസ് അല്ലെ. ബീറ്റിൽസ്. പിന്നെ സെക്കൻഡ് വൺ ആണ് മറൈൻ ബോർഡ്സ്. പിന്നെ തേർഡ് വൺ ആണ് ടെർമൈറ്റ് അല്ലെ. ടെർമൈറ്റിന്റെ ഒക്കെ എഫക്റ്റ് കാരണം ഉണ്ടാവുന്ന ഡിഫക്ട്സ് ആണ് ഈ ഒരു ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്റ്റിലെ ഇവരൊക്കെ കാരണമാണ് നമുക്ക് ഇൻസെക്ട്സ് കാരണം എഫക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ബീറ്റിൽസ് കാരണം, മറൈൻ ബോർഡ്സ് കാരണം, ടെർമൈറ്റ്സ് കാരണം അല്ലേ. ഇനി ഫോർത്ത് വൺ അല്ലെ. ഫോർത്ത് വൺ നോക്കേണ്ടത് ഏതാണ്? ഫോർത്ത് വൺ നോക്കാനുള്ളത് ഡിഫക്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് ആണ്. ഡിഫക്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് ആണ്. നാച്ചുറൽ ഫോഴ്സസ് കാരണം ഉണ്ടാവുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നാച്ചുറൽ ഫോഴ്സസ് കാരണം ഉണ്ടാവുന്നത് ബേള്, കാലസ്, പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ സ്റ്റെയിൻ. ഫോർത്ത് കോഴ്സ് ഗ്രെയിൻ. ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം, എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോകട്ടോ. അല്ലെ ജസ്റ്റ് ഏതൊക്കെയാണ് നാച്ചുറൽ ഫോഴ്സസ് എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കുക. പിന്നെ കംപ്ലീറ്റ് എല്ലാം പറ്റുകയാണെങ്കിൽ പഠിക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് മാത്രം പറഞ്ഞു പോവാണ്. ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് അറിയാത്തവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതെങ്കിലും പഠിച്ചു വെക്കുക. അപ്പം ഫിഫ്ത്ത് വൺ എന്താണ്? ഡെഡ് വുഡ്. സിക്സ്ത് വൺ എന്താണ്? ഡ്രക്സിനസ്. സെവൻത്ത് ഫോക്സിനസ്. എയ്ത്ത് നോട്ട്. നയൻത്ത് റിൻഡുഗാൾ. 10 വരുന്നത് ഷേക്ക്. 11 ട്വിസ്റ്റഡ് ഫൈബേഴ്സ്. 12th അപ്സെറ്റ്. 13 വാട്ടർ സ്റ്റെയിൻ. 14 വിൻഡ് ക്രാക്ക് അല്ലെ. ചിലതൊക്കെ നിങ്ങൾക്ക് പേരെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഏകദേശം അതൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് ഇതിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഡ്രക്സിനസും ഫോക്സിനസും അല്ലെ. ഡ്രക്സിനസും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡ്രക്സിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈറ്റ് ഡീക്കേഡ് സ്പോട്ട് കൺസീൽഡ് ബൈ ഹെൽത്തി വുഡ് അല്ലെ. വൈറ്റ് ഡീക്കേഡ് സ്പോട്ട് എന്നുള്ളത് നോക്കി വെക്കുക. വൈറ്റ് ഡീക്കേഡ് സ്പോട്ട് കൺസീൽഡ് ബൈ ഹെൽത്തി വുഡ് അല്ലെ. പിന്നെ ഫോക്സിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്യൂ ടു പുവർ വെന്റിലേഷൻ ഡ്യൂറിങ് സ്റ്റോറേജ് ഈ ഒരു വുഡിന് അല്ലെങ്കിൽ ഓവർ മെച്യൂരിറ്റി വരുന്നതിന് അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ ഫോക്സിനസ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റഡ് ബൈ റെഡ് ഓർ യെല്ലോ ടിൻഡ് അല്ലെ. ഈ ഒരു പിത്തിന് അറൗണ്ട് ആയിട്ട് ഒരു യെല്ലോ ഓർ റെഡ് ടിൻഡ് ഉണ്ടാവും. അതാണ് ഫോക്സിനസ് എന്ന് പറയുന്നത്. ഫോക്സിനസിൽ ഓവർ മെച്യൂരിറ്റി എന്നുള്ള ടേം ഓർത്ത് വെക്കുക. ഓവർ മെച്യൂരിറ്റി അല്ലെ. അതുപോലെ തന്നെ പുവർ വെന്റിലേഷൻ എന്നുള്ള ടേമും ലേഷൻ. പിന്നെ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ബ്രാഞ്ചസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ് അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ നോട്ട് എന്ന് പറയുന്നത്. ബ്രാഞ്ചസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫക്റ്റ് കാരണം ഇങ്ങനെ ഇതുപോലെ ഒരു ബ്ലാക്ക് ഇൻഡിക്കേഷൻ മാർക്ക് ഉണ്ടാവും അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ നോട്ട് എന്ന് പറയുന്നത്. നോട്ടിൽ തന്നെ പിന്നോട്ട്, സ്മോൾ നോട്ട്, മീഡിയം നോട്ട്, ലാർജ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ് ടു 6.5 വരെ mm വരെ വരുന്നതാണ് മീഡിയം പിന്നെ നോട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്മോൾ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 to 20 mm വരെയുള്ള നോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മീഡിയം നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം നോട്ടാണ് 20 to 40 mm ആണ് റേഞ്ച് വരുന്നത്. ലാർജ് നോട്ട് ആണെങ്കിൽ
ഗ്രേറ്റർ ദാൻ 40 mm ആണ് സൈസ് വരുന്നത്. അപ്പോൾ നോട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഷെയ്ക്ക് അല്ലേ, ഷെയ്ക്കിൻ്റെത് ഇതുപോലെ തന്നെ ഷെയ്ക്കിലും സബ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് അല്ലേ. കപ്പ് ഷേക്ക്, റിംഗ് ഷേക്ക്, ഹേർട്ട് ഷേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതും എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഡിഫക്റ്റ് തന്നെയാണ്. ഏതാണ് ഹേർട്ട് ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേർട്ട് ഷേക്ക് അധികം ചോദിച്ച് കാണാറുണ്ട്. ഹേർട്ട് ഷേക്ക് ഒന്ന് നമുക്ക് നോക്കാം. ഹേർട്ട് ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്ക് എക്സ്റ്റെൻഡഡ് ഫ്രം പിത്ത് ടു സാപ്പ് വുഡ് അല്ലേ. പിത്ത് ടു സാപ്പിലേക്കാണ് ക്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഹേർട്ട് ഷേക്ക് എന്നും പറയും. റേഡിയൽ ഷേക്ക് ആണെങ്കിലോ, റേഡിയൽ ഷേക്ക് ആണെങ്കിൽ ക്രാക്ക് എക്സ്റ്റെൻഡഡ് ഫ്രം ബാർക്ക് ടു സെന്റർ ആണ് ഉണ്ടാവുക. അപ്പം അത് രണ്ടും നോക്കി വെക്കുക. ഷേക്ക് എന്താണ് നമ്മൾ പറഞ്ഞില്ല അല്ലേ. ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്സ് ആണ് കേട്ടോ. ക്രാക്സ് ഒന്നിക്കൽ ഈ ഒരു വുഡിൽ പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ് ഉണ്ടാവുന്നതിന് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഷേക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഹേർട്ട് ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്ക് എക്സ്റ്റെൻഡഡ് ഫ്രം പിത്ത് ടു സാപ്പ് വുഡ് ആണെങ്കിൽ അതിന് നമ്മൾ ഹേർട്ട് ഷേക്ക് എന്നും പറയും. റേഡിയൽ ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്ക് എക്സ്റ്റെൻഡ് ഫ്രം ബാർക്ക് ടു സെന്റർ ആണെങ്കിൽ അതിന് നമ്മൾ റേഡിയൽ ഷേക്ക് എന്നും പറയും. ഓക്കെ, ഇനി നമുക്ക് ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ് നോക്കാം കേട്ടോ. അഞ്ചാമത്തതാണ് ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ് ആണ്. ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ് അല്ലേ. സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് എന്തൊക്കെയാണ്? സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ബോ, ഫസ്റ്റ് വൺ ബോ, സെക്കൻഡ് കപ്പ്, തേർഡ് ചെക്ക്, ഫോർത്ത് വണ്ണ് സ്പ്ലിറ്റ്, ഫിഫ്ത്ത് വണ്ണ് ട്വിസ്റ്റ്, സിക്സ്ത് റാപ്പ്, സെവൻത്ത് വണ്ണ് കൊളാപ്സ്, എയ്ത്ത് കേസ് ഹാർഡനിങ്, 9 വരുന്നത് ഹണി കോമ്പിങ്, 10 വരുന്നത് റേഡിയൽ ഷേക്ക് അല്ലേ. റേഡിയൽ ഷേക്ക്. അപ്പം ഇത്രയാണ് നമുക്ക് സീസണിങ് കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ്. ഈ പേര് അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക. ഇതിലും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ്ങിൽ ബോ അല്ലേ. ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവേച്ചർ ഫോംഡ് ഓൺ ദ ഡയറക്ഷൻ ലെങ്ത് ഓഫ് ദ ടിമ്പർ അല്ലേ. ലെങ്ത്തിൻ്റെ ഡയറക്ഷനിലാണ് കർവേച്ചർ ഫോം ആവുന്നതെങ്കിൽ, ലെങ്ത്തിൽ കർവേച്ചർ ആണെങ്കിൽ അതിന് നമ്മൾ ബോ എന്ന് പറയും. ഇതേപോലെ തന്നെ കർവേച്ചർ ഫോംഡ് ഓൺ ദ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ അല്ലേ. ഇപ്പം ഇതേ രീതിയിലുള്ളതിന് ഇവിടെയാണ് ഇങ്ങനെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണ് കർവേച്ചർ ഫോം ആവുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ അല്ലേ. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണ് കർവ് ഫോം ആവുന്നതെങ്കിൽ അതിന് നമ്മൾ കപ്പ് എന്ന് പറയും. അത് രണ്ടും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്ക് വിത്ത് സെപ്പറേറ്റ് വുഡ് ഫൈബർ അല്ലേ. അത് നമ്മൾ കുറച്ച് തന്നെ പറഞ്ഞ പോലെ തന്നെ ക്രാക്കാണ്, പക്ഷെ അത് കംപ്ലീറ്റ് ഒരേ അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് എക്സ്റ്റെൻഡ് ആവില്ല അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ചെക്ക് എന്ന് പറയുന്നത്. നോട്ട് എക്സ്റ്റെൻഡഡ് ഫ്രം വൺ എൻഡ് ടു അതർ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതാണ് ചെക്കിൻ്റെത്. പിന്നെ നോക്കേണ്ടത് വേറെ ഏതാണ്? റാപ്പിലെ റാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിമ്പർ പീസ് ട്വിസ്റ്റഡ് ഔട്ട് ഓഫ് ഷേപ്പ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ റാപ്പ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ഹണി കോമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൽ സർക്കുലർ ക്രാക്ക് അല്ലേ ഡെവലപ്ഡ് ഇൻ ദ ഇന്റീരിയർ പോർഷനിലാണ് നമ്മൾ ഹണി കോമ്പിംഗ് എന്ന് പറയുന്നത്. റേഡിയൽ ആൻഡ് സർക്കുലർ ക്രാക്ക് അല്ലേ. സർക്കുലർ ക്രാക്ക് ഇന്റീരിയർ പോർഷനിൽ ഡെവലപ്പ് ആവുന്നതിനെയാണ് നമ്മൾ ഹണി കോമ്പിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഡിഫക്ട്സ് ഓഫ് ടിമ്പർ നോക്കാനുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പോർഷൻ നോക്കാനുള്ളത് പ്രിസർവേഷൻസ് ആണ്. നമ്മൾ എന്തൊക്കെ പ്രിസർവേഷൻസ് ആണ് നമ്മൾ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പ്രിസർവേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഫസ്റ്റ് എന്താണ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റിംഗ് വുഡ് വിത്ത് കെമിക്കൽസ് ഒക്കെ അല്ലെ, നമുക്ക് ഒരുപാട് ഡ്യൂറബിൾ ആയിട്ട് കിട്ടാൻ, അതുപോലെ തന്നെ ഈ ഒരു ഫംഗസിന്റെ ഇൻസെക്റ്റിന്റെ ഒക്കെ അറ്റാക്കിൽ നിന്നൊക്കെ നമ്മൾ ആ വുഡിനെ ഹെൽപ്പ് ചെയ്യേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പം പ്രിസർവേഷനിലെ ടൈപ്പ് ഓഫ് പ്രിസർവേഷൻ നമുക്ക് നോക്കാം. ടൈപ്പ് ഓഫ് പ്രിസർവേഷൻ അല്ലെ. പ്രിസർവേഷൻ
ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ടൈപ്പ് ഓഫ് പ്രിസർവേഷനിൽ ഫസ്റ്റ് നമുക്ക് അധികം ചോദിച്ചു കണ്ടിട്ടുള്ള ഒന്നാണ് അല്ലേ, എ എസ് സി യു ട്രീറ്റ്മെന്റ് അല്ലേ, ASCU ട്രീറ്റ്മെന്റ് ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ASCU ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്പ്രേ ചെയ്യാണ്ട് ചെയ്യുക, സ്പ്രേഡ് ഓൺ ദ അപ്ലൈഡ് ടിമ്പർ സർഫസിൽ നമ്മൾ സ്പ്രേ ചെയ്യാണ് ചെയ്യുക. പിന്നെ ഓർഡർലെസ് ആയിരിക്കും. ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പാർട്ട് ASCU പൗഡറും പ്ലസ് 100 പാർട്ട് വാട്ടറുമാണ് ആഡ് ചെയ്യുക. ജസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഇതിന്റെ പേര് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. ടൈപ്പ് ഓഫ് പ്രിസർവേഷനിൽ ഫസ്റ്റ് വൺ ASCU ട്രീറ്റ്മെന്റ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ആ ഒരു പേര് മാത്രം പറഞ്ഞു പോവാം. സെക്കൻഡ് നമുക്ക് കെമിക്കൽ സാൾട്ട് വരുന്നുണ്ട്, ഒരു പ്രിസർവേഷൻ ആണ്, വാട്ടർ ബോൺ പ്രിസർവേറ്റീവ് ആണ് കെമിക്കൽ സാൾട്ട് എന്ന് പറയുന്നത്. പിന്നെ കോൾ ടാർ വരുന്നുണ്ട്. കോൾ ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് നമ്മൾ ഹോട്ട് കോൾ ടാർ വെച്ചിട്ട് ടാറിങ് ചെയ്യുന്നതിന്. ഇത് നമ്മൾ അധികം അണ്ടർഗ്രൗണ്ട് ടിമ്പർ പാർട്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, കാരണം അപ്പിയറൻസ് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ സ്മെല്ലാണെങ്കിലും അൺപ്ലസന്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് ക്രിസോട്ട് ഓയിൽ അല്ലേ. ഓയിൽ. നെക്സ്റ്റ് വണ്ണാണ് ഓയിൽ പെയിന്റ്. അതുപോലെ തന്നെ നമ്മൾ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രഷിങ് ചെയ്ത് കൊടുക്കും, അതുപോലെ തന്നെ സ്പ്രേയിങ് ചെയ്ത് കൊടുക്കും, പിന്നെ അതുപോലെ തന്നെ ഡിപ്പിങ് ചെയ്ത് കൊടുക്കും, പിന്നെ ഇൻജെക്റ്റിങ് ചെയ്യും കേട്ടോ. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇത്രയാണ് നമുക്ക് പ്രിസർവേഷൻ്റെത് നോക്കാനുള്ളത്. ഇനി നമുക്ക് വുഡിന്റെ പ്രൊഡക്ട്സ് നോക്കാം അല്ലെ. വുഡിന്റെ പ്രൊഡക്ട്സ് നോക്കാം. അതിൽ വുഡ് പ്രൊഡക്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒന്നാണ് പ്ലൈവുഡ് അല്ലെ. വുഡ് പ്രൊഡക്ട്സ് നോക്കാം. വുഡ് പ്രൊഡക്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് പറയാം. പ്ലൈവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് അല്ലെ, ഇതിന്റെ തിക്നെസ് എത്രയാണ് ഉണ്ടാവുക? തിക്നെസ് 6 to 9 mm വരെയാണ് അതിന്റെ തിക്നെസ് വാരി ചെയ്യുക. അപ്പോൾ നമ്മൾ 3 or more coat of veneers വെച്ചിട്ട് അല്ലെ, 3 or more coat of veneers ഓട് നമ്പറിൽ പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലൈവുഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പ്ലൈവുഡ് പറഞ്ഞു. ഇനി നമ്മൾ വെനീർ എന്താന്ന് പറഞ്ഞില്ല അല്ലെ. നമ്മൾ 3 coat of veneer എന്നൊക്കെ പറഞ്ഞു, പക്ഷെ വെനീർ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അറിയണ്ടാവും. വെനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ ഷീറ്റ് അല്ലെ, ഷീറ്റ് ഓഫ് വുഡിനെയാണ് നമ്മൾ വെനീർ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. 0.4 mm to 6 mm വരെയാണ് അതിന്റെ തിക്നെസ് വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 50 mm ആയിരിക്കും അല്ലേ അതിന്റെ തിക്നെസ് വരുന്നത്. 50 mm അല്ലെങ്കിൽ 5 cm എന്നുള്ളത് നോക്കി വെക്കുക. ബോർഡ് വരുന്നത് ലെസ് ദാൻ 50 mm ആണ് തിക്നെസ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വണ്ണ് നോക്കാനുള്ളതാണ് ലാമിനേറ്റ് ബോർഡ് അല്ലെ. ലാമിനേറ്റ് ബോർഡ് എന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് വരുന്നത്, തിക്നെസ് കോർ ഓഫ് വെനീർ 6 mm ആണ് വരുന്നത്. തിക്നെസ് ഓഫ് കോർ ഓഫ് വെനീർ വരുന്നത് 6 mm ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലാമിൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടിമ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടിമ്പർ നമുക്ക് വലിയൊരു ടോപ്പിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാം, പഠിച്ചവർക്ക് അറിയണ്ട. ബിൽഡിംഗ് മെറ്റീരിയൽ തന്നെ അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ് ടിമ്പർ എന്ന് പറയുന്നത്. അതിൽ നമുക്കിങ്ങനെ പിക്ക് ചെയ്തിട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഷോർട്ട് ആക്കിയിട്ട് പറയാം. ടിമ്പർ നമ്മൾ പറഞ്ഞു. ടിമ്പറിന് എടുക്കുന്ന സമയത്ത് എക്സോജീനിയസ് ട്രീയും ഉണ്ട്, എൻഡോജീനിയസ് ട്രീയും ഉണ്ട്. എക്സോജീനിയസ് ട്രീ എന്ന് പറയുന്നത് ഗ്രോത്ത് ഔട്ട്വേർഡ് ആണ്. എൻഡോജീനിയസ് ട്രീ എന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻവേർഡ് ആണെങ്കിൽ അതിൽ എക്സോജീനിയസ് ട്രീനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. കോണിഫറസ് ട്രീയും ഡെസിഡിയസ് ട്രീസും. കോണിഫറസ് ട്രീസിനെയാണ് നമ്മൾ സോഫ്റ്റ് വുഡ് എന്ന് പറയുന്നത്. ഡെസിഡിയസ് ട്രീസിനെയാണ് നമ്മൾ ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കാം. പിന്നെ സ്ട്രക്ചർ ഓഫ് ട്രീസിനെ നോക്കുന്ന സമയത്ത് പിത്ത് പറഞ്ഞു, പിത്ത് ഓർ മിഡിലാണ് കേട്ടോ. പിത്ത് ഓർ മിഡിൽ ഓർത്ത് വെക്കുക. പിന്നെ ഹേർഡ് വുഡ് പറഞ്ഞു, സാപ്പ് വുഡ് പറഞ്ഞു, കാമ്പിയം ലെയർ പറഞ്ഞു,
പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നർ ബാർക്ക് പറഞ്ഞു, ഔട്ടർ ബാർക്ക്, മെഡുലറി റേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സീസണിങ് ആണ് അല്ലെ. സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ടിമ്പറിലുള്ള വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യുന്നതിന് 8 to 12% വരെ ഉണ്ടാവും. പിന്നെ നാച്ചുറൽ സീസണിങ് ആണെങ്കിൽ 10 to 12% രണ്ടും മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിഫക്ട്സ് ആണ് അല്ലെ. ഡിഫക്ട്സ് ഇൻ ടിമ്പർ ആണ്. ഡിഫക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ, ഡിഫക്ട് ഡ്യൂ ടു ഫംഗസ്, ഡിഫക്ട് ഡ്യൂ ടു ഇൻസെക്ട്, ഡിഫക്ട് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസും പിന്നെ അതുപോലെ തന്നെ ഡിഫക്ട് ഡ്യൂ ടു സീസണിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് നോക്കി വെക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ളതും പറയാത്തതാണെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ബുക്കിലൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പം ഇത്രയാണ് നമ്മൾ ടിമ്പറിന്റെ പോർഷനിൽ പറയാനുള്ളത്. ഇത്രയും സ്പീഡിൽ എടുക്കുന്ന നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റലും കംപ്ലീറ്റ് ചെയ്യേണ്ടതിനെ കൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ഫെറസ് മെറ്റൽ നോക്കാം അല്ലെ. ഫെറസ് മെറ്റലാണ് നോക്കുന്നത്. ഫെറസ് മെറ്റൽ അല്ലെ. ഫെറസ് മെറ്റലില് നമുക്ക് സിലബസിൽ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ് ഈ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറസ് മെറ്റലില് അയേൺ ഈസ് ദ മേജർ കണ്ടന്റ് ആയിരിക്കും അല്ലെ. ഫെറസ് മെറ്റലില് അയേൺ ആയിരിക്കും മേജർ കണ്ടന്റ് വരുന്നുണ്ടാവുക. നോൺ ഫെറസ് മെറ്റൽ ആണെങ്കിൽ ഡു നോട്ട് കണ്ടെയ്നിങ് അയോൺ ആസ് എ മേജർ കണ്ടന്റ് അല്ലേ. അപ്പം അത് നോക്കി വെച്ചാൽ മതി. ഡു നോട്ട് കണ്ടെയ്നിങ് അയോൺ ആസ് മേജർ കണ്ടന്റ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അതാണ് ബേസിക് ആയിട്ട് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ എന്ന് പറയുന്നത്. ഫെറസ് മെറ്റലിൽ വരുന്നതാണ് പിഗ് അയേൺ, റോട്ട് അയേൺ, കാസ്റ്റ് അയേൺ, സ്റ്റീലൊക്കെ വരുന്നത് അല്ലെ. നോൺ ഫെറസ് മെറ്റലിലാണ് കോപ്പർ, നിക്കൽ, സിങ്ക്, അലൂമിനിയം ഒക്കെ വരുന്നത്. അപ്പൊ നമുക്കിനി ഓരോന്നും നോക്കാം. അതായത് ഫെറസ് മെറ്റലിലുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമാണ് എടുത്ത് പറയുന്നത്. ഫെറസ് മെറ്റലിൽ ഉള്ളത് നോൺ ഫെറസ് മെറ്റലിലുള്ളതും ഓരോന്നും നോക്കാം. ഫസ്റ്റ് പിഗ് അയേൺ നോക്കാം. പിഗ് അയേൺ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണല്ലേ. പിഗ് അയേൺ എന്ന് പറയുന്നത് എന്താണ്? പാരന്റ് മെറ്റൽ ആണ് അല്ലെ. പിഗ് അയേൺ ആണ് പാരന്റ് മെറ്റലായിട്ട് നമ്മൾ എടുക്കുന്നത്. പാരന്റ് മെറ്റലാണ് ഈ ഒരു പിഗ് അയേൺ എന്ന് പറയുന്നത്. ഇതിലെ കാർബൺ കണ്ടന്റ് 5 to 6% ആണ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ കാസ്റ്റ് അയേൺ അല്ലെ. കാസ്റ്റ് അയേൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാസ്റ്റ് അയേൺ എന്താണ്? കാസ്റ്റ് അയേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഗ് അയേണിന് റീമെൽറ്റിംഗ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനെയാണ് കാസ്റ്റ് അയേൺ എന്ന് പറയുന്നത്. കാസ്റ്റ് അയേൺ ഫോംഡ് ബൈ റീമെൽറ്റിംഗ് പിഗ് അയേൺ വിത്ത് കോക്ക് ആൻഡ് ലൈം സ്റ്റോൺ ആണ്. പിഗ് അയേൺ നമ്മൾ കുപ്പോള ഫർണസ് ആണ് കേട്ടോ. ഇതിന് ഫർണസ് അധികം ചോദിക്കാറുണ്ട്. കുപ്പോള ഫർണസ് ആണ് കാസ്റ്റ് അയേണിന് വരുന്നത്. കുപ്പോള ഫർണസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? റീമെൽറ്റിംഗ് വിത്ത് കോക്ക് ആൻഡ് ലൈം സ്റ്റോൺ ആണ്. നോക്കി വെക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഏതാണ്? കാസ്റ്റ് അയേൺ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുത്ത് പറയുന്നത്. കാസ്റ്റ് അയേൺ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോട്ട് അയേൺ ആണല്ലേ നോക്കാനുള്ളത്. റോട്ട് അയേൺ ആണ് നെക്സ്റ്റ് വൺ. റോട്ട് അയേൺ ആണ്. റോട്ട് അയേൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം എന്താ വെച്ചാൽ പ്യുവറസ്റ്റ് ഫോം ഓഫ് അയേൺ ആണ് അല്ലേ. ഇത് പ്യുവറസ്റ്റ് ഫോം ഓഫ് അയേണിനെയാണ് നമ്മൾ റോട്ട് അയേൺ എന്ന് പറയുന്നത്. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലെസ് ദാൻ 0.15% ആണ് ഇതിലുള്ള കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത്. പ്യുവറസ്റ്റ് ഫോം ഓഫ് അയേൺ ആണ് റോട്ട് അയേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് സ്റ്റീൽ ആണ് അല്ലേ. സ്റ്റീല് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത് പ്രോസസ്സ് ബെസമ്മർ പ്രോസസ് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. അധികം കണ്ടിട്ടുള്ളത് ഇതാണ് ബെസമ്മർ പ്രോസസ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്, എന്നാലും നിങ്ങളിത് നോക്കി വെക്കുക. പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ള പോർഷൻസും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റീലിൽ തന്നെ കാർബൺ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് വെരി ലോ കാർബൺ സ്റ്റീലും അതുപോലെ തന്നെ മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ആ ഒരു കാർബൺ കണ്ടന്റ് എത്രയാണെന്ന് നോക്കാം. ലെസ് ദാൻ 0.10% കാർബൺ ആണെങ്കിൽ കാർബണിന്റെ കണ്ടന്റ് ആണ് എഴുതുന്നത്. കാർബണിന്റെ കണ്ടന്റ് ആണ്. കാർബൺ ആണെങ്കിൽ അതിനെ നമ്മൾ വെരി ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയും.
പിന്നെ ഇതിൻ്റെ റേഞ്ച് വരുന്നത് 0.10 to 0.25% ആണെങ്കിൽ നമ്മൾ ഇതിനെ മൈൽഡ് സ്റ്റീൽ എന്ന് പറയും, മൈൽഡ് കാർബൺ സ്റ്റീൽ എന്ന് പറയും. പിന്നെ 0.25 to 0.60 വരെ ആണെങ്കിൽ നമ്മൾ മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയും. പിന്നെ റേഞ്ച് വരുന്നത് 0.60 to 1.10% ആണെങ്കിൽ ഇതൊക്കെ പെർസെൻറ്റേജിലാണ് കേട്ടോ. ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയാം, ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയും. അപ്പം അത് നോക്കി വെക്കുക. അപ്പം നമ്മൾ റോട്ട് അയൺ പറഞ്ഞു, കാസ്റ്റ് അയൺ പറഞ്ഞു, മൈൽഡ് സ്റ്റീൽ പറഞ്ഞു, അതുപോലെ തന്നെ ഹൈ കാർബൺ സ്റ്റീലും പിന്നെ സ്റ്റീലിൻ്റെത് നമ്മൾ ബെസമർ പ്രോസസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഫെറസ് മെറ്റലിൽ നോക്കി വെക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നോൺ ഫെറസ് മെറ്റൽ ആണ് അല്ലേ. നോൺ ഫെറസ് മെറ്റൽ ആണ്, സിലബസിലുള്ളത് മാത്രമാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ബാക്കി നിങ്ങൾ പറ്റുകയാണെങ്കിൽ എന്തായാലും നോക്കണം കേട്ടോ, കാരണം അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു പോർഷനെങ്കിലും കവർ ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോൺ ഫെറസ് മെറ്റലാണ് നോക്കാനുള്ളത്. നോൺ ഫെറസ് മെറ്റൽ അല്ലേ. നോൺ ഫെറസ് മെറ്റലിൽ അലൂമിനിയം ആണ് അല്ലേ ഫസ്റ്റ് വണ്ണ് വരുന്നത്. അലൂമിനിയത്തിന്റെ ഓറ് നോക്കുക. അലൂമിനിയത്തിന്റെ ഓറ് വരുന്നത് ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ ഓറ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ഓക്സൈഡ്സ് ഓഫ് അയൺ. ജസ്റ്റ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, കോപ്പർ, ലെഡ്, സിങ്ക് ഒക്കെയാണ് അല്ലേ. പിന്നെ നമുക്ക് അതിനെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് നോക്കാം. അലൂമിനിയത്തിന്റെ നമ്മൾ പറഞ്ഞു ഓറ് വരുന്നത് ബോക്സൈറ്റ് ആണ്, അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ അലൂമിനിയം ഹീറ്റും എനർജിയും ഒക്കെ ഹീറ്റും ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമുക്ക് അലൂമിനിയത്തിൻ്റെ നോക്കുകയാണെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഓറ് ബോക്സൈറ്റ് ആണ് വരുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി 2.7 ആണ്. മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് 660 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കോപ്പർ നോക്കുകയാണെങ്കിൽ കോപ്പറിൻ്റെ ഓറ് വരുന്നത് കുപ്രൈറ്റ് ആണ്. കുപ്രൈറ്റ് റെഡ് ഓക്സൈഡ് ഓഫ് കോപ്പർ ആണ് കേട്ടോ. അതുപോലെ തന്നെ കോപ്പർ ഗ്ലാൻസ്, കോപ്പർ പൈറൈറ്റ് എന്നൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇത് മാത്രം അറിഞ്ഞിരിക്കുക. കോപ്പറിൻ്റെത് ഓരോന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ കോപ്പറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 8.92 ആണ്. മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് 1083 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ 2300 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ലെഡ് നോക്കുകയാണെങ്കിൽ ലെഡ് അല്ലേ, ലെഡിൻ്റെത് ഓറ് വരുന്നത് ഗലീന ആണ്. അതുപോലെ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും കൂടെ നോക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 11.36 ആണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഏതായിരുന്നു, സിങ്ക് അല്ലേ. സിങ്ക് വരുന്ന സമയത്ത് സിങ്കിൻ്റെ ഓറ് വരുന്നത് സിൻസൈറ്റ് ഓർ റെഡ് സിങ്ക് ആണ് വരുന്നത്. പിന്നെ സിങ്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ, സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 7.14 ആണ്. പിന്നെ ബോയിലിംഗ് പോയിന്റ് വരുന്നത് 907 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് 494 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അതിൻ്റെ ഓറ് മാത്രം പറ്റുകയാണെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് നോൺ ഫെറസ് മെറ്റലിൽ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ അലോയീസ് നോക്കാനുണ്ട് അല്ലേ. അലോയീസിൻ്റെത് പറയുന്ന സമയത്ത് അലോയീസിൽ നമുക്ക് ഏതൊക്കെയാണ് അലൂമിനിയത്തിൻ്റെ അലോയീസ് വരുന്നത്, ഡ്യൂറാലും വരുന്നുണ്ട്, പിന്നെ അൽഡ്യൂറാൽ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അലൂമിനിയം ബ്രോൺസ് വരുന്നുണ്ട്, വൈ അലോയി വരുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് അലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലോയി ഈസ് ദ ഇന്റിമേറ്റ് മിക്സ്ചർ ഓഫ് 2 or more മെറ്റൽസ് ആണ് അല്ലേ. അലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്റിമേറ്റ് മിക്സ്ചർ ഓഫ് 2 or more മെറ്റൽസിനെയാണ് നമ്മൾ അലോയി എന്ന് പറയുന്നത്.
അപ്പം അതിലൊരു ബേസ് മെറ്റലും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അലോയി എലമെന്റ്സും ഉണ്ടാവും അല്ലെ, അലോയിങ് എലമെന്റ്സും ഉണ്ടാവും. അലോയിങ് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ മെറ്റൽസ് ആണ് കേട്ടോ, അതർ മെറ്റൽസ് ആണ്. അപ്പൊ നോക്കി വെക്കുക. അലോയിൻ്റെത് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് നമ്മൾ പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് നമുക്ക് കോപ്പറിൻ്റെ നോക്കാം അല്ലെ. കോപ്പറിൻ്റെ അലോയി വരുന്നത് ബ്രാസും അതുപോലെ തന്നെ ബ്രോൺസും വരുന്നുണ്ട്. ഇതിൽ ബ്രാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അലോയി ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് പ്ലസ് സ്മോൾ പെർസെൻറ്റേജ് ഓഫ് അതർ മെറ്റൽ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ബ്രോൺസിൻ്റെത് നോക്കുകയാണെങ്കിൽ അലോയി ഓഫ് കോപ്പർ ആൻഡ് ടിൻ അല്ലേ, കോപ്പർ ആൻഡ് ടിന്നും പിന്നെ മൈനർ പെർസെൻറ്റേജ് ഓഫ് അതർ എലമെന്റും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ അലോയിൻ്റെത് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? അലോയിൻ്റെത് നമുക്ക് ഒന്നുകൂടെ ഞാൻ പറയാം. ബ്രാസിന്റെ അലോയിസ് വരുന്നത് കോപ്പർ ആൻഡ് സിങ്ക് ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബ്രോൺസ് നോക്കുകയാണെങ്കിൽ അലോയിസ് വരുന്നത് കോപ്പർ ആൻഡ് ബ്രാസ് നോക്കുകയാണെങ്കിൽ ബ്രോൺസ് നോക്കുകയാണെങ്കിൽ അലോയിസ് വരുന്നത് ഏതാണ്? കോപ്പർ ആൻഡ് ടിൻ ആണ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ബെൽ മെറ്റൽ ആണ്. ബെൽ മെറ്റലിൻ്റെത് അലോയിസ് വരുന്നത് ഏതാണ്? കോപ്പർ വരുന്നത് 82% ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ടിന്ന് വരുന്നത് 18% നോക്കി വെക്കുക. പിന്നെ ബെൽ മെറ്റൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഗൺ മെറ്റൽ ആണ് കേട്ടോ. ഗൺ മെറ്റലിൻ്റെ അലോയിസ് വരുന്നത് കോപ്പർ വരുന്നത് എത്രയാണ്? കോപ്പർ വരുന്നത് 82% ആണ്. പിന്നെ അതുപോലെ തന്നെ ടിന്ന് 10% വരുന്നുണ്ട്. അതുപോലെ തന്നെ സിങ്ക് 2% വരുന്നുണ്ട് അല്ലേ. ഇതാണ് ഗൺമെറ്റലിന്റെ അലോയിസ് വരുന്നത്. പിന്നെ സോൾഡറും കൂടി ഒന്ന് നോക്കാം. സോൾഡറിന്റെ അലോയിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അലോയി ഓഫ് ലെഡ് ആൻഡ് ടിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ ഈ ഒരു നോൺ ഫെറസ് മെറ്റലും ഫെറസ് മെറ്റലിന്റെയും ക്ലാസ് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ എന്താണ് ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അയൺ ആണെങ്കിൽ അതിൽ നമ്മൾ ഫെറസ് മെറ്റൽ എന്ന് പറയും. നോൺ ഫെറസ് മെറ്റൽ ആണെങ്കിൽ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ഈസ് അതർ ആണല്ലേ, അതായത് എക്സെപ്റ്റ് അയോൺ ആയിരിക്കും നോൺ ഫെറസ് മെറ്റലിൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ കാർബൺ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോട്ട് അയോൺ ആണ് വരിക, അത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ പിഗ് അയോൺ ഉണ്ടത്. പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് അയോൺ വരുന്നത് ബ്ലാസ്റ്റ് ഫർണസിലാണ്. അതുപോലെ കാസ്റ്റ് അയോൺ ആണെങ്കിൽ കാസ്റ്റ് അയോണിന്റെ മാനുഫാക്ചറിങ് വരുന്നത് കുപ്പോള ഫർണസിലാണ്. റോട്ട് അയോൺ ആണെങ്കിൽ റിവർബറേറ്ററി ഫർണസ് ആണ്, അത് ഓർത്ത് വെക്കുക. നമ്മൾ പറഞ്ഞിട്ടില്ലല്ലേ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റീലിന്റെ നമ്മൾ ബെസമർ പ്രോസസ്സ് പറഞ്ഞു. അതുപോലെ തന്നെ ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ LD പ്രോസസ്സ് ഒക്കെ വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ബെസമർ പ്രോസസ്സിങ് ഓപ്പൺ ഹെർത്ത് പ്രോസസ്സും ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹൈ കാർബൺ സ്റ്റീല്, മീഡിയം കാർബൺ സ്റ്റീല്, അതുപോലെ മൈൽഡ് കാർബൺ സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീലിൻ്റെ ഒക്കെ കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അത് എത്രയാണെന്നുള്ളത് നോക്കി വെക്കുക. പിന്നെ നമ്മൾ അലോയിസിന്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അലോയിസിൽ ബ്രാസ് പറഞ്ഞ സമയത്ത് കോപ്പറിന്റെയും സിങ്കിന്റെയും അലോയി ആണ് ബ്രാസ് എന്ന് പറയുന്നത്. ബ്രോൺസ് ആണെങ്കിൽ കോപ്പറിന്റെയും ടിന്നിന്റെയും അലോയി ആണ് വരുന്നത്. ബെൽമെറ്റൽ ആണെങ്കിൽ വരുന്നത് കോപ്പറും ടിന്നുമാണ്. പിന്നെ അതുപോലെ തന്നെ കോപ്പറിന്റെ അളവ് വരുന്നത് 82% ആണ് ബെൽമെറ്റലിൽ, ടിന്നിൻ്റെത് 18% ആണ് വരുന്നത്. ഗൺമെറ്റലിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അലോയി ഓഫ് കോപ്പറും ടിന്നും അതുപോലെ തന്നെ സിങ്കുമാണ്. അതിൽ കോപ്പറിന്റെ കണ്ടന്റ് 88% ആണ്, ടിന്നിൻ്റെത് 10% ആണ്, സിങ്കിൻ്റെത് 2% ആണ് വരുന്നത്. സോൾഡർ എടുക്കുകയാണെങ്കിൽ അലോയി ഓഫ് ലെഡ് ആൻഡ് ടിൻ ആണ് വരുന്നത്. കൂടാണ്ട് ഒരുപാട് അലോയിസ് വരുന്നുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യങ്ങളും പഠിച്ചു വെക്കുക. കാരണം ഇതെങ്കിലും വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാലോ. ഒന്നും പഠിക്കാണ്ട് പോകുന്നതിലും നല്ലത് എന്തെങ്കിലും ബേസിക് ആയിട്ട് പഠിച്ചു വെച്ചിട്ട് തന്നെ പോകുന്നത് തന്നെയാണ്.
പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോൺ ഫെറസ് മെറ്റലിൽ അലൂമിനിയത്തിൻ്റെ മെൽറ്റിംഗ് വരുന്നത് 660°C ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.6 ആണ്, നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ കോപ്പറിൻ്റെത് മെൽറ്റിംഗ് പോയിന്റ് 1083 ആണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് നോക്കി വെക്കുക ജസ്റ്റ്. പിന്നെ ലെഡിൻ്റെത് ആണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് 326°C ആണ് വരുന്നത്. സിങ്കിൻ്റെതാണെങ്കിൽ 420°C ആണ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ ഇതിലിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലെ ഞാൻ ചോദിക്കാം. അപ്പോൾ ഗാൽവനൈസിങ് മീൻസ് കവറിങ് അയൺ വിത്ത് എ തിൻ കോട്ട് ഓഫ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോട്ടാണ് വരുന്നത്, എന്തിൻ്റെ കോട്ടാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്കിൻ്റെ കോട്ടാണ് കേട്ടോ വരിക. അതിനെയാണ് ഗാൽവനൈസിങ് എന്ന് പറയുക. ഗാൽവനൈസിങ് മീൻസ് കവറിങ് അയൺ വിത്ത് എ തിൻ കോട്ട് ഓഫ് സിങ്ക് ആണ്, അതിനാണ് നമ്മൾ ഗാൽവനൈസിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റലൊക്കെ പഠിക്കാത്തവർക്കാണെങ്കിൽ കുറച്ച് ടഫായിട്ട് തോന്നാം. പക്ഷെ നിങ്ങൾ അതിൽ ഇമ്പോർട്ടൻ്റ് മാത്രം പിക്ക് ചെയ്തിട്ട് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും ചോദിക്കുക. പിന്നെ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ ഇതിലും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വൈഡായിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ സിലബസിൽ കുറച്ച് പിക്ക് ചെയ്തിട്ടുള്ള ഏരിയാസ് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇനിയും എക്സാംസ് നമുക്ക് വരുന്നുണ്ടല്ലോ. അപ്പം ഒരു എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് ഇപ്പോൾ ഇതിലുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ഔട്ട് ചെയ്ത് പഠിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ജസ്റ്റ് കവർ ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ എക്സാം കറക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. നിങ്ങൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇതിൽ എടുത്ത് പറയാത്ത കാര്യങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും മാക്സിമം പഠിച്ചിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ക്ലാസ് കുറച്ച് സ്പീഡായിട്ടുള്ളത് ഇതുപോലെ പോർഷൻസ് നിങ്ങൾക്ക് അറിയാം സിലബസിൽ വൈഡായിട്ടുള്ള പോർഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി ക്ലാസ് ഇടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾ പോർഷൻസ് കംപ്ലീറ്റ് കവർ ചെയ്യണമെങ്കിൽ കുറച്ച് സ്പീഡായിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ സ്പീഡിൽ പറഞ്ഞതിനെ കൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം പറഞ്ഞതിൽ മാറിയിട്ടൊന്നും ഇല്ല, പക്ഷെ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ കേൾക്കുന്ന സമയത്ത് ഡൗട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.